സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വില്ലേജ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സമയം ഏകദേശം പുലർച്ചെ 6 മണിയോട് എടുത്തു. നമ്മളിപ്പം നമ്മളെ വണ്ടിയുടെ ആക്സിൽ മേടിക്കാനും പിന്നെ നമ്മുടെ കുളത്തിലേക്കുള്ള പ്ലാന്റ്സ് മേടിക്കാനും പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ മേക്കിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കുകൾ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായമാണ് നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടൈം കളയണ്ട, ഞാൻ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാം. നിങ്ങളൊന്ന് പോയി വീഡിയോ കണ്ടിട്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടല്ലോ, നമ്മൾ നമ്മുടെ ആക്സിൽ എടുക്കാൻ പോയി. ആ സമയത്താണ് കേട്ടോ നമ്മുടെ കുളത്തിലിടാനുള്ള പ്ലാന്റ് മേടിച്ചുകൊണ്ട് വന്നത്. ടോട്ടല് 150 രൂപയായിട്ടുണ്ട്. ഒരു പ്ലാന്റിന് ഏകദേശം 50 രൂപയാണ് വില വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്ലാന്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പ്ലാന്റാണ്. അപ്പോൾ നമ്മളിനി ഇത് കുളത്തിലേക്ക് ജസ്റ്റ് തക്കാത്തേക്കൊന്ന് ഇറക്കി വെക്കുകയാണ്. ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കണം കേട്ടോ. ആക്ച്വലി അവിടെ ഉണ്ട്. ദൈവമേ, ഇനി എന്താവോ. 5ാമത്തെ ദിവസമാണ് കേട്ടോ നമ്മുടെ കുളത്തിൻ്റെ പണി തുടങ്ങിയിട്ട്. ആദ്യത്തെ പാർട്ട് നിങ്ങൾ കണ്ടു കാണല്ലോ. അപ്പോൾ നമുക്കൊക്കെ ഇനി കുറച്ച് ചെളി വാരണം. ഞാൻ കുറച്ച് ചെളി വാരി കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ ഏകദേശം 3-4 തവണ ചെളി വാരാൻ പോയി. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഒരു പറമ്പിനോട് ചേർന്നുള്ള ഒരു പുഴയുടെ വക്കത്തോട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പുഴയുടെ ചെളി വാരണം. പുഴയിലെ ചെളിയും മണലും കൂടെ മിക്സായ ഒരു സാധനമാണ്. അപ്പോൾ നമ്മളത് എന്താ പറയുക, വാരാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് വാരിയിട്ട് വരാം. നമുക്ക് ഏകദേശം 2-3 തവണ പോയെന്ന് വാരാം. കാരണം ഞാൻ രാവിലെ ഒരു 4-5 തവണ ഇതുവഴി പാസ് ചെയ്ത് പോയതുള്ളൂ വാരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വാരിയിട്ട് ആ കുളത്തിൽ കൊണ്ടിട്ടിട്ട് കുളത്തിലെ വെള്ളം നന്നായിട്ട് കലങ്ങും ആ ഒരു ടൈമിൽ. ഇത് കണ്ടല്ലോ, വലിയ പുഴയാണ്. ഞാൻ പറയുന്നതൊക്കെ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ചെറുങ്ങനെ ഒരു 1/2 ബക്കറ്റ് മണലങ്ങ് വാരുക. ഞാനിവിടെ ഇവനിന്ന് വാരിക്കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. മണൽ കണ്ടോ, നല്ല പുഴയോട് ചേർന്നുള്ള മണലാണ്. നമ്മൾ വളരെ കുറച്ചെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരും കേസൊന്നും എടുക്കത്തൊന്നുമില്ല. നമ്മളിത് ഇങ്ങനെ മണൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കും. എന്നിട്ട് നമ്മളിതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ മണൽ പോരട്ടെ ആദ്യം. അപ്പോൾ ഈ മണലെടുത്ത് എന്തിനാ അറിയാം, നമ്മളിതിനകത്ത് എന്ന പ്ലാന്റ്സ് ഇല്ലേ, പ്ലാന്റ്സ് വൃത്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മണൽ വാരിയിട്ടുണ്ട് സൈഡിൽ നിന്ന്. ഇറ്റ്സ് ഹെവി. അയ്യോ, ഭയങ്കര ഹെവിയാണ് കേട്ടോ. ഇറ്റ്സ് റിയലി ഹെവി. അപ്പം നമുക്കിത് ഈ സൈഡ് വഴി എത്തിക്കണം. എൻ്റെ ദൈവമേ, ജീവൻ കുറേ പോവും. അപ്പോൾ ഈ വഴി കണ്ടല്ലോ, ഈ വഴി കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. നമ്മളൊരു നാച്ചുറലി ആർട്ടിഫിഷ്യലൈസ്ഡ് ഫോണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാനിത് എങ്ങനെയൊന്ന് വീട്ടിലെത്തിക്കട്ടെ. കുളത്തിൽ നമ്മൾ നേരത്തെ കുറച്ച് മണലിട്ട് കൊടുത്തായിരുന്നു. മണലും ചെളിയും കൂടെ മിക്സാണ്, അതാണ് കേട്ടോ ഈ കളറ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും മണലിങ്ങനെ എത്തിക്കണം. എത്തിച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം കോരി കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറയ്ക്കണം. അപ്പോഴേക്കും തെളിഞ്ഞു വരും. ഏകദേശം 2-3 തവണ ഇതുപോലെ 2 തവണ നിറയ്ക്കുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് തെളിഞ്ഞോളും. പിന്നെ നല്ല മഴയുള്ള ടൈമാണല്ലോ. ഇന്ന് തന്നെ പ്ലാന്റ് നട്ടിട്ട് മീനിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ വെള്ളം തെളിക്കണം. പിന്നെ ഡ്രിഫ്റ്റ് വുഡ് വെക്കുന്ന നോക്കാം, നമുക്ക് നാളെ ചെയ്യാം. നാളെ ആയിരിക്കും നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് വെക്കുന്നത്. ഈ കുളമാണ് നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരാളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. പ്ലാന്റ് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലാന്റ് മേടിക്കാൻ പോകണം. അപ്പോൾ പ്ലാന്റ് മേടിക്കുന്ന വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ചെളിവെള്ളം എല്ലാം കോരി കളഞ്ഞു. അപ്പോൾ രണ്ടാമത് വെള്ളം നിറയ്ക്കുമ്പോൾ ഒരു ചെളിയാണ്. ഈ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഇത് ഡൈല്യൂട്ടായി പോയിക്കോളും. പിന്നെ ഇതങ്ങനെ ഈ ചെളിവെള്ളം അതങ്ങ് മാറിക്കോളും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം പതുക്കെ താഴാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പീഡിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴുകട്ടെ. ആ ഒഴുകി വരുന്ന ഭാഗം തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെള്ളം നിറയുന്നതിനനുസരിച്ച് ഇനിയും കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ വർക്കൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടി കാരണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പ്ലാന്റ് തരുന്ന പരിപാടി നോക്കണം. അത് വെള്ളം ഒന്ന് നിറയട്ടെ. ഓക്കെ, വെള്ളം നിറയാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നിറയുന്നില്ല, കാരണം പൈപ്പിൽ വരുന്ന വെള്ളം നിന്ന് കേട്ടാ. വല്ലാത്ത കഷ്ടമായിപ്പോയി. എന്തായാലും ഉടൻ തന്നെ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മീനെ പെട്ടെന്ന് ഇതിനകത്തോട്ട് മാറ്റണം. നന്നായിട്ട് വെള്ളം നിറഞ്ഞാലേ നമുക്ക് മീനെ മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഈ ചെളിവെള്ളത്തിൻ്റെ അളവൊന്ന് കുറയണ്ടേ. ഡ്രിഫ്റ്റ് ഫുഡ് ഒപ്പിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം നമ്മളിതുവരെ നമ്മുടെ പറമ്പ് അല്ലെ കാട് ഏരിയകളിലൊക്കെ പോകുകയാണെങ്കിൽ നല്ല ചെതല് കയറി തൊലി പോയ കാതലുള്ള തടികൾ കിട്ടും. മനസ്സിലായില്ലേ? ചെതല് കയറി തൊലി പോയ നല്ല ആകൃതിയുള്ള കാതലുള്ള തടി കിട്ടും. അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം,
നല്ല വേരുപടലമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുറിച്ചിട്ട മരത്തിൻ്റെയൊക്കെ അടിവേര് വരെ തപ്പിയെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അത്ര പാഷനും അത്ര ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈസി വേ എന്താ പറയുക, ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്യണം. വാ എന്നിട്ടേക്ക് ഒരു ഡ്രിഫ്റ്റ് വുഡ് കിടക്കുന്നതിലേക്ക് രണ്ടുപേര് വേണം പൊക്കിക്കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഡ്രിഫ്റ്റ് വുഡ് പൊക്കിക്കൊണ്ട് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാനൊരു വെള്ളത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്കൾപ്ചർ ഞാൻ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. നല്ല രീതിയിൽ കമൻറ്റ് വരുവാണെങ്കിൽ എന്തായാലും എനിക്ക് പൊങ്ങും. അത് വിട്, ഇങ്ങനെ ഇറയാടി കിടക്കുന്നത്. നമുക്കേ ഈ സൈഡ് വരെ നിന്ന് പോയിട്ട് ഡ്രിഫ്റ്റ് വുഡ് നല്ല നല്ല ഭംഗിയുള്ള ഡ്രിഫ്റ്റ് വുഡ് കിട്ടുമെന്ന് നോക്കണം. ഇതെല്ലാം ചെളിനടി വെക്കുന്നതല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് തപ്പട്ടെ. ഈ ക്യാമറ ചാർജില്ലപ്പാ, എപ്പോൾ തുടങ്ങിയ വർക്കാല്ലേ. ഞാനേ ഒന്ന് പോയിട്ട് നോക്കട്ടെ ഒപ്പിക്കാൻ പറ്റുമെന്ന്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. ഏകദേശം രാത്രി 8 മണിയായി. 8 മണി പോട്ടെ, 9 മണിയായി. ഓക്കെ, ശരി, 9 മണിയായി. നമ്മുടെ വെള്ളം കണ്ടല്ലോ, പൈപ്പിൽ വെള്ളം വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നൈസായിട്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട സമയമായിരിക്കും. വേറൊന്നുമല്ല, വെള്ളം ഒന്ന് വലിച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സൈഡ് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ടാർപോളിൻ, അതായത് നമ്മുടെ ഈ പടുത ഉണ്ടല്ലോ, ഈ പടുത നന്നായിട്ടൊന്ന് വലിച്ചിടണം. എൻ്റെ ദൈവമേ, ഞാനേ നമുക്ക് ക്യാമറ ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ ബാക്കി പരിപാടി കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ അതെ, നമ്മുടെ കുളത്തിൻ്റെ ഉള്ളിൽ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. ഹൈറ്റിൽ നിന്ന് വെള്ളം ചാടിക്കാത്താണ് കേട്ടോ. അപ്പോൾ അടിയിലൊക്കെ നിറച്ചും മണലാണ്. എനിക്ക് ചവിട്ടും എനിക്ക് നന്നായിട്ടത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ മണൽ അടിയിലുള്ളത്. അപ്പം വെള്ളം തെളിഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് ഈ മണൽ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കൂടുതൽ വെള്ളം അലമ്പിച്ചിട്ട് വിഷയമാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ചെയ്യേണ്ട പരിപാടി എന്തായാലും നമുക്ക് ഈ ഷീറ്റെല്ലാം ഞാനിതൊന്ന് ഉയർത്തി കൊടുക്കട്ടെ. നൈറ്റ് ടൈമിൽ നമ്മുടെ കുളത്തിൻ്റെ വർക്ക് ഡേ 2 ആണ് കേട്ടോ. ഡേ 2 സെക്കൻഡ് ഡേ ആണ് ഈ വർക്കുകൾ. അപ്പം നാളെ തന്നെ നമ്മൾ പ്ലാന്റുകൾ നടും. കാരണം ഇന്ന് ഈവിൽ നടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ വെള്ളം വന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരുപാട് സാങ്കേതിക തകരാറുകൾ. പിന്നെ ഞാൻ എൻ്റെ ആക്സിഡൻ്റ് വർക്ക്, എൻ്റെ വണ്ടിയുടെ വർക്കിലായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് സമയം എനിക്ക് പോയി. അപ്പം വെള്ളം നിറയുന്നുണ്ട് നന്നായിട്ട്. ഞാനപ്പം ക്യാമറ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഈ നൈറ്റിലുള്ള ഈ വർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. പടിയതൊക്കെ ഒന്ന് വലിച്ചു കെട്ടണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വലിച്ചു കെട്ടണം. നിങ്ങൾ ഈ സീൻ കണ്ടല്ലോ, എന്നുവെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് വർക്കുകളെല്ലാം കാണിച്ചാണ്, അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങിക്കുക. ഗുഡ് നൈറ്റ്. ഞാനിനി ഈ പരിപാടികൾ നോക്കട്ടെ. നമ്മൾ ഇന്നലെ പോയി എടുത്തിട്ട് വന്ന ഡ്രിഫ്റ്റ് വുഡാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റ് അത് കാണിക്കാൻ പറ്റാഞ്ഞേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ പോയി എടുത്തിട്ട് വന്ന ഡ്രിഫ്റ്റ് വുഡ്. ഇത് നമ്മുടെ ആ ചെറിയ കുളത്തിൽ വെക്കാനുള്ള വുഡാണ്. അപ്പോൾ നമ്മുടെ കുളത്തിൽ കുറച്ച് ഗോൾഡ് ഫിഷ് ഉണ്ട്. അപ്പം നമ്മൾ അതിനെ തൽക്കാലത്തേക്ക് നമ്മുടെ കുളത്തിലേക്ക് മാറ്റാൻ. നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തന്നില്ല, കുളം ഞാൻ കാണിച്ചു തരാം. കുളം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടല്ലോ, കുളം ഇപ്പോൾ ഏതാണ്ടൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ഫുൾ ഡേ എന്ത് ചെയ്തു, വെള്ളം നിറയാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തെളിഞ്ഞു തുടങ്ങി, ഇങ്ങനെ കുളത്തിൽ വെള്ളം തെളിഞ്ഞു. മഴ കൂടി ക്യാമറ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു കുളമുണ്ട്, അതിലത്ത് നിറച്ച് ഗോൾഡ് ഫിഷ് ഉണ്ട്. ഒരുപാടുണ്ടായിരുന്നു, കുറേ എണ്ണത്തേക്ക് എന്തൊക്കെയോ പിടിച്ച് തിന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പരീക്ഷണാർത്ഥം അതിനകത്തുള്ള ഗോൾഡ് ഫിഷിനെ കുറേ പ്ലാറ്റി, അതായത് റെഡ് ടർട്ടുക, ബ്ലാക്ക് ടർട്ടുക ഒക്കെ ഉണ്ട്, എല്ലാത്തിനും പിടിച്ച് നമ്മൾ ആ ഒരു കുളത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പം പിടിച്ച് നമുക്ക് ചേഞ്ച് ചെയ്താണ്. ഞാൻ പ്ലാന്റ്സ് നട്ടിട്ടില്ല. ഓക്കെ, പ്ലാന്റ്സ് ഞാൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാന്റ്സ് ഞാൻ നട്ടിട്ടില്ല. നടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ മീനെ എല്ലാം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നാളെ നമ്മൾ ഇതിനകത്തുള്ള വെള്ളം മൊത്തം ഒന്നുകൂടെ വറ്റിച്ച് ലെവലായി താത്തി, കാരണം തെളിഞ്ഞതല്ലേ ഉള്ളൂ. വരിച്ച് ലെവലായി താത്തി കഴിയുമ്പം അതിൻ്റെ മേലെ കുറേ ചെടി അടിഞ്ഞു കിടപ്പുണ്ടാവും. ആ ചെടിയെല്ലാം നമ്മൾ പതുക്കെ പൈപ്പും കൊണ്ട് വലിച്ച് ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാന്റ് നടുന്നു. അപ്പോൾ അത് ഞാൻ പ്രത്യേകം കാണിച്ചു തരാം കേട്ടോ. നമ്മളൊന്നുകൂടെ വെള്ളം വറ്റിക്കും. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മഴയൊന്ന് കുറഞ്ഞോട്ടെ. മഴ ലേശം കുറഞ്ഞെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് ഒരു തുളിച്ചത്. ഞാൻ മീനെ കാണിച്ചു തരാവേ. കണ്ടല്ലോ, ഇതിനകത്ത് ഗോൾഡ് ഫിഷ് ഉണ്ട്. നമ്മൾ ഗപ്പി ഒന്നും ഇടില്ല, അതിൻ്റെ അകത്ത് ഗോൾഡ് ഫിഷ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മീനെ പിടിച്ചിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരാം. പിന്നെ ഇതാ നമ്മുടെ ആക്സിലിൻ്റെ വർക്ക് നടന്നു, ആക്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മീനെ പിടിക്കണ്ടേ. മാറ്റിയിട്ട് നമ്മൾ കുളത്തിൽ കൊണ്ടിടാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ പരിപാടികൾ നോക്കിയേക്കാം. ഇതിനകത്ത് ഇപ്പം നിറച്ച് മീനാണ്, നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് പിടയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, റിലീസ് ചെയ്യാൻ പോവുകയാണ്.
നമ്മൾ പരീക്ഷണാർത്ഥമാണ് റിലീസ് ചെയ്യുന്നത്, എന്താവെന്ന് അറിയത്തില്ല. അതൊരു കുഞ്ഞു മീനുണ്ട്. നമ്മൾ ആദ്യം ഒരാളെ വിട്ടു. ഇനി തോർത്തില് ഓക്കെ കണ്ടോ, നമ്മൾ ഈ ഒരു പാട കണ്ടോ, ഈ ഒരു വാട കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് മീനെ അരിച്ചു മാറ്റി. ഇതിന് നമുക്ക് മീനുകളെല്ലാം റിലീസ് ചെയ്യാം. എനിക്ക് ഇഷ്ടം പോലെ മീനുകളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിറച്ച് ഗോൾഡൻ പിനോക്കിയും പ്ലാറ്റിയൊക്കെയാണ്. അപ്പൊ എല്ലാവരും സേഫ് ആൻഡ് സൗണ്ട് ആയിട്ടിരിപ്പുണ്ട്. നമുക്കത് ഇവരെ റിലീസ് ചെയ്യാം കേട്ടോ. ഇവരായിട്ട് തന്നെ ഇറങ്ങിപ്പോകുന്നതായിരിക്കും അതിന്റെ ഒരു ഭംഗി പറയുന്നത്. അപ്പൊ നമുക്ക് പതുക്കെ റിലീസ് ചെയ്യാം. ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കും. പെട്ടെന്നാണ് pH മാറുന്നത് കേട്ടോ, ശരിയാണേ. അപ്പൊ നമുക്കിനി കോഴിക്കാർപ്പ് അങ്ങനെയുള്ള മത്സ്യങ്ങൾ ഒരുപാട് കൊണ്ടുവരാനുണ്ട് കേട്ടോ. അപ്പൊ ഇതില് അലങ്കാര മത്സ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഗപ്പീനെ വളർത്തുന്നില്ല, അങ്ങനെ ഒരു ടൈപ്പിലുള്ള മീനുകളെ നമ്മൾ ഇതിനകത്ത് വളർത്തില്ല. കോഴിക്കാർപ്പിനെ പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് വളർത്തുന്നത്, മറ്റൊരു കാര്യം. കാരണം ഉണ്ടല്ലോ, പുതിയ pH ആയിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. ഓരോരുത്തരായിട്ട് ഇറങ്ങി വരട്ടെ, നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ മീനുകളെല്ലാം റിലീസ് ചെയ്ത് കാണാം. മീനുകളൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടോന്ന് പോലും നമുക്കറിയില്ല, അതുപോലെയാണ് കേട്ടോ. നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് മേടിച്ച പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് അറിയില്ല കേട്ടോ, പേര് നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. വേറൊരു വെറൈറ്റി പ്ലാന്റ് കൂടിയാണ്. ഇതാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഇതാണ്. അപ്പൊ ഇത് ഓരോ തൈയാണ്. അപ്പൊ നമ്മൾ ഇത് നാളെയാണ് നടുന്നത് കേട്ടോ, ഇന്ന് തന്നെ നടത്തില്ല, നാളെ നടുള്ളൂ. ഒരെണ്ണം കൂടിയുണ്ട്, അത് ഇറങ്ങിയാലേ കിട്ടത്തില്ല. അപ്പൊ തക്കത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ വൃത്തിക്ക് ഇറക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇനി ബാക്കി പരിപാടി നാളെ. നമ്മൾ ഈ കുളം വൃത്തിയാക്കുന്നു, ഈ കുളത്തിലും പ്ലാന്റ് നടുന്നു, ഇവിടെയും പ്ലാന്റ് ഇടും. പ്ലാന്റ് നാളെ പോയി എടുക്കും. അപ്പോൾ ബാക്കി വർക്കുകൾ കാണാം. അങ്ങനെ കുളത്തിന്റെ വർക്കുകളൊക്കെ തീരാനായി കണ്ടോ. വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് നല്ല നല്ല തെളിവായി. അപ്പൊ ഇനി നമ്മൾ ഇതില് പ്ലാന്റ് നടാൻ പോകണം. പ്ലാന്റ് നടാനുള്ള തെളിവായിട്ടുണ്ട്, എല്ലാം സെറ്റായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഈ കുളത്തില് ഇന്ന് പ്ലാന്റ് നടും, ഇതിലും നടും. നമ്മൾ ഇതിൽ ഇനി പ്ലാന്റ് നടാൻ പോവാണ്. ചെറിയ പരിപാടിയുള്ള അതിലൊക്കെ പൂഴ്ത്തി വെക്കണം. അപ്പൊ ഞാൻ ഈ പ്ലാന്റ് നടന്ന് നിങ്ങളൊന്ന് കാണും, അവിടെ നമുക്ക് ബാക്കി പരിപാടിയോട് നോക്കാം. പിന്നെ നമ്മൾ ഇതിൽ ഡ്രിഫ്റ്റ് വുഡ് ഇപ്പൊ വെക്കുന്നില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഡ്രിഫ്റ്റ് വുഡ് വെക്കുന്നുള്ളൂ. ഇതിൽ ഇന്ന് തന്നെ ഡ്രിഫ്റ്റ് വുഡ് വെക്കും. അപ്പൊ ആ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കുളത്തിലാണ് നമ്മുടെ പായൽ നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത്. ആ പായൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം ആദ്യം. പായൽ പിന്നെ ഇതാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലാന്റ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ്. അപ്പൊ നമുക്ക് ഈ 3 പ്ലാന്റുകൾ ഇന്നെല്ലാം വിത്തെടുത്ത് നമുക്ക് അവിടെ ഇടലായിട്ട് നട്ടു വെക്കാം. അപ്പൊ നമുക്കിനി ആ പരിപാടി നോക്കാം. അപ്പൊ ഞാൻ പതുക്കെ ഇറങ്ങിയിട്ട് പായലുകൾ നടാം. നമ്മുടെ കുളത്തിലെ ചെളിവെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കലങ്ങും, അത് മറ്റൊരു കാര്യമാണ്. പ്ലാന്റ് നമുക്ക് സെൻട്രലായിട്ട് ഈ പ്ലാന്റ് സെൻട്രലിൽ നടാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 2 തൈ ഉണ്ടോ അത് ഒന്നേ ഉള്ളോ? എന്താ സ്പോഞ്ചെല്ലാം ഓക്കെ. അപ്പൊ ഈ 2 പ്ലാന്റ് നമ്മൾ നടാൻ പോവാണ്. ദുരണം അവിടെയും ദുരണം അതിന്റെ അപ്പുറത്തും. നമുക്ക് ഒരു ഏരിയ ഫുള്ള് പ്ലാന്റ് നട്ടു വെക്കണം. ഓക്കെ, 3 തൈയുണ്ട്. ഈ വലുത് ഇന്നത്തെ കിടക്കട്ടെ, ചെറുതോ ഇത് നമുക്ക് അപ്പുറത്തേക്ക് ഇടാം. ഇത് അപ്പുറത്തേക്ക് ഇട്ടെ. ഈ 2 നമുക്ക് ഇവിടെ ഇട്ട് കാണാം. കുളത്തിലെ ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മളതിൽ ഡ്രിഫ്റ്റ് വുഡ് ഇറക്കി വെക്കണം. അപ്പൊ അതിന് മുമ്പിട്ട് അതിനകത്തുള്ള വെള്ളം നമുക്ക് മാറ്റി കളഞ്ഞിട്ടാണ് ഡ്രിഫ്റ്റ് വുഡിന്റെ പണി. അപ്പൊ നമുക്കത് നോക്കാം.
പ്ലാന്റുകളൊക്കെ നട്ടു. മീനൊക്കെ ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, നേരത്തെ മീനൊന്നും തീരെ ആക്റ്റീവ് അല്ലായിരുന്നു. പ്ലാന്റൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ അതുങ്ങൾ അവിടെ തന്നെ വന്നിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ആംബുഷ് ആയിട്ടുള്ള ഏരിയാസിൽ വളർന്ന, അതായത് ചെറുപ്പത്തിലെ ഞാൻ വളർത്തി കൊണ്ടുവന്ന മീനുകളാണ്. അപ്പം പൊതുവേ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്താ പറയുക, പായലുകളൊക്കെ നട്ട് കഴിയുമ്പോൾ, അതായത് പ്ലാന്റൊക്കെ നട്ട് കഴിയുമ്പം മീൻ ബ്രീഡ് ആവാനൊക്കെ ഒരു നല്ലൊരു ഇത് കിട്ടും, ഒരു സ്പേസ് കിട്ടും. സ്പേസ് ഇല്ലാത്ത പക്ഷേ ഇവർക്ക് ബ്രീഡാവാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മളിനി വെള്ളം ഉയർത്താൻ പോവുകയാണ്. അപ്പോൾ പൈപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ചെമ്പരത്തി പോലെ കേട്ടോ, ഞാൻ തുണിക്കഷ്ണം കെട്ടി വെച്ചേക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പരിപാടി ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ ക്യാമറ. അപ്പോൾ അതെ, നമ്മുടെ കുളത്തിൻ്റെ തെളിമയുള്ള വിഷ്വൽസ് നിങ്ങൾ കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കുളം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇതിൽ ഗോൾഡ് ഫിഷ് മാത്രമല്ല, നമ്മൾ കോഴിക്കാർപ്പിനെ ഇടുന്നത്. അപ്പോൾ കോഴിക്കാർപ്പിനെ ഒരു സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവിടെ പോയി എടുത്തിട്ട് വരണം. അത് എടുത്തിട്ട് വരുന്നത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം അന്ന് തന്നെ നമുക്കൊരു വേറൊരു വഴി കൂടെ പോകേണ്ട കാര്യമുണ്ട്. പിന്നെ വെള്ളത്തിലെ പ്ലാന്റ്സ് ഇട്ടേക്കുന്നുണ്ടല്ലോ, പ്ലാന്റ്സ് ഒക്കെ പിടിച്ചു വരുന്നു. ഏതാണ്ടൊക്കെ പിടിച്ചു, കുഴപ്പങ്ങളൊന്നുമില്ല. ഭംഗിയായിട്ട് തന്നെ വളരുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. ഏകദേശം 5ാമത്തെ ദിവസമെന്ന് തോന്നുന്നു നമ്മൾ കുളം ചെയ്ത് വെള്ളമെല്ലാം സെറ്റായി. മീനുകളൊക്കെ നന്നായിട്ട് അഡാപ്റ്റ് ആയി. കാരണം ആദ്യമൊന്നും മീനുകൾ ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ ഇതാ അടിപൊളിയായി വരുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നു. ഓ ഗൈസ്, ഇത് കണ്ടോ, നമ്മുടെ കുളത്തിലെ വെള്ളം നല്ല തെളിഞ്ഞിട്ടുണ്ട്. നോക്കി, മീനൊക്കെ നല്ല സൂപ്പറായിട്ട് നീന്തി കളിക്കുകയാണ് കേട്ടോ. പ്ലാന്റ് ഒക്കെ കൊണ്ടുവന്നെ മീൻ ആദ്യം നല്ല പേടിയായിരുന്നു നമ്മൾ അടുത്ത് വരുമ്പോൾ. ഇപ്പം ആ പേടിയൊക്കെ പോയി. ഇവന്മാർ നമ്മുടെ അടുത്ത് തന്നെയാണ്. കുറച്ച് ഫ്ലോട്ടിങ് സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവന്മാർ കഴിച്ചോട്ടെ. പിന്നെ നമ്മൾ വെള്ളത്തിൽ വളരുന്ന ചെടികൾ നട്ടിട്ടുണ്ട്. ചെടികളൊക്കെ ഏതാണ്ടൊക്കെ ഉഷാറായി വരുന്നു. നമ്മൾ ആദ്യം ആ പ്ലാന്റിംഗ് പോട്ടിൽ നിന്ന് മാറ്റി നട്ടേ പിന്നെ അതിനൊക്കെ ഒരു ഊര് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഹൈഡ്രല്ല കൊണ്ട് നടുന്നുണ്ട്. കാരണം വെള്ളത്തിൽ നന്നായിട്ട് ഓക്സിജൻ വേണമല്ലോ. ഹൈഡ്രല്ല നടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി മീനെ കൊണ്ടിടണം. മീനെ കിട്ടുവാണെങ്കിൽ അത് പെട്ടെന്ന് ഞാൻ കൊണ്ടുപോയിടാം കേട്ടോ. എനിക്ക് സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് വെയിൽ തെളിയുവാണെങ്കിൽ ഞാൻ നല്ല ഷോട്ടുകൾ കാണിച്ചു തരാം. അപ്പോൾ കുളത്തിൻ്റെ വർക്ക് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കുളത്തിൻ്റെ വർക്ക്. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് മീനെ കൊണ്ടിടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റുകളും പിന്നെ ഈ കുളത്തിൻ്റെ അപ്ഗ്രേഡേഷനൊക്കെ ഞാൻ ഇനിയും അറിയിക്കാം. ഓക്കെ, അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല കണ്ടന്റുമായിട്ടും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.